ഈവനിങ് നമ്മൾ നേപ്പിയർ ടൗണിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു പോകുമ്പോൾ വേണ്ടേ ആ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന സേമിയ ആ ചേച്ചി ചാട്ടവാറ് കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നതാണ് കണ്ടത്. കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു JCBക്കകത്ത് ഒരു കുട്ടി നിന്ന് കുളിക്കുന്നു. ഒരു കുട്ടിയല്ല, ഒരു അത്യാവശ്യം ഒരു പെൺകുട്ടി നിന്ന് കുളിക്കുന്നു. ആ കുളിക്കുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ ബബിൾസും വെള്ളമെല്ലാം ആളുകളുടെ ദേഹത്തെല്ലാം തെറിപ്പിക്കുകയാണ്. അവരുടെ ഗ്രേസും മുഖത്തെ എക്സ്പ്രഷനും പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ചാറ്റമഴ ഉണ്ടെങ്കിൽ കൂടി പിള്ളേരെ പനി വരും മാറി നിൽക്കാൻ പറയാതെ ആ ബബിൾസും വെള്ളത്തിലും കളിക്കാൻ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യുന്ന പേരൻസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിൻ്റെ മറുവശത്തായിട്ട് നിറയെ ആളുകളും അതിൻ്റെ നടുക്ക് ലൈറ്റ് കത്തി ഉടുപ്പുമായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. ശരിക്കും നേപ്പിയറിൽ ഇത്രയും ആളുകളെ കാണുന്നത് അത്ഭുതമാണ്. യൂഷ്വലി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഈ വഴിയൊന്നും കാണത്തില്ല. ആ വഴിയാണ് ഇന്ന് 10 മണിയായിട്ട് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആളുകൾ ഈ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ ഫുഡ് കഴിക്കാൻ നമ്മൾ സെൻട്രൽ ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വരുന്നത്. നമ്മൾ 8 to 10 ബുക്ക് ചെയ്തു. ഇവിടുത്തെ മെനു കണ്ടപ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി. കാരണം മറ്റൊന്നുമല്ല, വായിച്ചാൽ മനസ്സിലാകാത്ത എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു ഉള്ളത്. രണ്ടും കൽപ്പിച്ച് നമ്മൾ സ്റ്റാർട്ടറും സൈഡും ടേബിളും മെയിനും എല്ലാം ഓർഡർ ചെയ്തു. അപ്പം നമ്മളുടെ ആദ്യം ബ്രെഡ് ആൻഡ് ബട്ടർ ഒരു കോമ്പിനേഷനാണ്. അതിൻ്റെ ബട്ടറിൻ്റെ ടേസ്റ്റ് അപാരമായിരുന്നു. പിന്നെ ഉണ്ടമ്പൊരു പോലത്തെ ഒരു സാധനവും പിന്നെ പപ്പടത്തിനകത്ത് കുറേ ക്യാരറ്റും പൊമഗ്രാനൈറ്റും ഒക്കെ പോലെ വെച്ചൊരു സാധനം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റംസ് ഫ്രൈസും ഫിഷും ലാമ്പുമായിട്ടുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഐറ്റംസ്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ കൂടെ പിന്നെ നടക്കുമായിരുന്നു. നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ചതിന് ഏകദേശം $200 നമ്മൾ 2 പേരും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന്. ഏതായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ദഹിക്കാൻ വേണ്ടി നടക്കുമ്പോൾ വേണ്ട ആകാശത്തൊരു ചേട്ടൻ സ്റ്റേജ് കെട്ടി മ്യൂസിക്കൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്യുന്നതാണ് കാണുന്നത്. ശരിക്കും ഒരു അടിപൊളി കളർഫുൾ ഈവനിങ് ആയിരുന്നു ഇന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.